അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 10 കിതാബ് സബഖ് 5. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിലും അമലിലും ആയുസ്സിലും ഭക്ഷണത്തിലും മക്കളിലും നമ്മുടെ വീട്ടിലും നമ്മുടെ സമയത്തിലും നമ്മുടെ ജോലിയിലും എല്ലാം ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ മണ്ണറയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മണിയറയാക്കി പരിവർത്തനം ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇൽമിൻ്റെ വഴികളിൽ നമ്മളെ കൈപിടിച്ച് നടത്തിയ നമ്മുടെ അഭിമന്യ ഗുരുനാഥന്മാർ നമ്മളെ ഭക്ഷണവും വസ്ത്രവും തന്ന് നമ്മളെ ഇൽമിൻ്റെ വഴികളിൽ സഹായിച്ചിരുന്നവർ എല്ലാവരുടെയും ജീവിതത്തിൽ അല്ലാഹു തആല അവൻ്റെ ത്വാഅത്തിലായിട്ടുള്ള ദീർഘായുസ്സ് നൽകട്ടെ. മരണപ്പെട്ടു പോയവരുടെ മണ്ണറയെ അല്ലാഹു തആല മശ്രിഖ് മഗ്രിബിൻ്റെ വിദൂരം നൽകി പരലോക ജീവിതം സുഖവും സന്തോഷമുള്ള ജീവിതമാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. നമ്മൾ ഇന്നലെ വുളൂഇൻ്റെ സുന്നത്തുകളും അതിൻ്റെ ശേഷമുള്ള ദുആയിനും അതിൻ്റെ അർത്ഥവും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് പറയാനുള്ള വുളൂഇൻ്റെ ഷർത്തുകളെ കുറിച്ചാണ്. വശർത്തുഹു, വുളൂഇൻ്റെ ഷർത്തുകളാകുന്നത് കൽ ഉസ്ലി, കുളിയുടെ ഷർത്ത് പോലെ തന്നെയാണ്. കുളിയുടെ ഷർത്ത് പോലെ തന്നെയാണ് എന്ത് വുളൂഇൻ്റെയും ഷർത്തുകൾ. മാഉൻ മുത്ലഖുൻ, അത് മുത്ലഖായ വെള്ളമായിരിക്കണം. അതായത് നിരുപാധികം തനി വെള്ളം എന്ന് പറയാൻ കഴിയുന്ന വെള്ളമായിരിക്കണം. എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം, ചായ വെള്ളം, സർബത്ത് വെള്ളം, ഇങ്ങനെ തുടങ്ങി നമ്മൾ ഒന്നിലേക്ക് ചേർത്തി പറയുന്നതായ രൂപത്തിൽ അതൊന്നുമായി ബന്ധപ്പെട്ടതായിട്ട് മുതഅല്ലിഖായിട്ട് കിടക്കാൻ പാടില്ല. തനി വെള്ളമായിരിക്കണം, വെള്ളം എന്ന് പറയാൻ കഴിയുന്നതായിരിക്കണം. അപ്പോൾ ഈ ചായവെള്ളം, കഞ്ഞിവെള്ളം, ഇളനീർ വെള്ളം, ഇങ്ങനെയുള്ള വെള്ളം കൊണ്ടൊന്നും എന്ത് ശരിയാവില്ല? വുളൂഅ് ശരിയാവില്ല. അതുമാത്രമല്ല ഗൈറു മുസ്തഅമലിൻ, ആ വെള്ളം എങ്ങനത്തതായ വെള്ളവുമായിരിക്കണം. ആ വെള്ളം ഉപയോഗിക്കപ്പെടാത്ത വെള്ളമായിരിക്കണം. ഫി ഫർലിൻ, ഫർലിൽ എന്ന് വെച്ചാൽ നിർബന്ധ ശുദ്ധീകരണത്തിൽ ആ വെള്ളം സാക്ഷ്യം വഹിച്ചതാവരുത്. അപ്പോൾ നിർബന്ധ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കാത്ത വെള്ളവുമായിരിക്കണം. എന്ത് മാത്രം പോരാ, തനി വെള്ളം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ആ വെള്ളം ഒരു നിർബന്ധ ശുദ്ധീകരണത്തിന് സാക്ഷ്യം വഹിച്ച വെള്ളമായിരിക്കരുത്, ഉപയോഗിച്ച വെള്ളമായിരിക്കരുത്. മാത്രമല്ല ഗൈറു മുതനജ്ജിസിൻ, അത് എന്തുണ്ടാവാൻ പാടില്ല? നജസ് ഉണ്ടാവാനും നജസ് കലരാനും പാടില്ല, മാലിന്യം കലരാനും പാടില്ല. അങ്ങനത്തെ വെള്ളമായിരിക്കണം. അപ്പം നജസ് കലരാത്തതും ഫർലിൽ ഉപയോഗിക്കാത്തതുമായ തനി വെള്ളം എന്ന് പറയാൻ കഴിയുന്ന വെള്ളമായിരിക്കണം എന്തിന്? വുളൂഇന്. മാത്രമല്ല കുളിക്കും അങ്ങനെ തന്നെയാണ് അല്ലേ. പിന്നെ വഅദ്മു ഹായിലിൻ, എന്തുകൂടെ വേണം? വഅദ്മു ഹായിലിൻ, മറയില്ലാതിരിക്കുകയും വേണം. മറ ഉണ്ടാവരുത് എന്ന് വെച്ചാൽ എവിടെ? അലാ കുല്ലി ഉളുവിൻ, കഴുകപ്പെടുന്ന എല്ലാ അവയവത്തിൻ്റെ മേലിലും എന്തുണ്ടാവരുത്? മറ ഉണ്ടാവരുത്. എന്ന് വെച്ചാൽ കനൂറത്തിൻ, എന്തുപോലെ?
ചുണ്ണാമ്പ് പോലെ, വവസഹിൻ ചളി പോലെ. അപ്പോൾ ഈ ചുണ്ണാമ്പ്, ഈ ചളി ഒക്കെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വുളൂഇൻ്റെ വെള്ളം എന്താവില്ല, നമ്മളെ ശരീരത്തിലേക്ക്, തൊലിയിലേക്ക് ചേരില്ല. അപ്പോൾ അതൊരു മറയാണ്. അപ്പോൾ അതിനെ അതൊക്കെ എന്ത് ചെയ്യണം, ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ തൊലിയോട് എന്ത് ചെയ്യുള്ളൂ, ചേരുകയുള്ളൂ. അത് പറഞ്ഞപ്പോൾ സാന്ദർഭികമായിട്ട് പറയാണ്, നമ്മുടെ സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന ക്യൂടെക്സ്, ഈ നഖത്തിലൊക്കെ ഉപയോഗിക്കുന്ന, അതുപോലെ കെമിക്കൽ പകർന്നുള്ള, കെമിക്കൽ ആഡായിട്ടുള്ള ഈ മൈലാഞ്ചി, അതുപോലെ തന്നെ ഈ താടിരോമത്തിലും മറ്റ് മുടിയിലൊക്കെ നമ്മളെ എന്താ പറയുക, കറുപ്പ് പുരട്ടുന്നവർ, ഇതൊക്കെ എന്താണ്, മറയാണ്. ഇതിലൊന്നും വെള്ളം എന്ത് ചെയ്യില്ല, നമ്മൾ മുഖം കഴുകുന്ന ആ അവയവങ്ങളിലേക്ക്, ആ രോമങ്ങളിലേക്കൊന്നും വെള്ളം ചേരില്ല. അങ്ങനെ വരുമ്പോൾ ആ കുളി ശരിയാവണില്ല. പിന്നെ വുളൂഇൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യണില്ല, ബേസിക്കായിട്ടുള്ള കുളിന്ന് ശരിയാവണില്ല. അപ്പോൾ ഇതൊക്കെ ശരീരത്തിലേക്ക് വെള്ളം ചേരണമെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ശരീരത്തിൽ ഉണ്ടാവരുത്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ആർക്ക്? വിശ്വാസികൾക്ക്, പരലോകം ഭയക്കുന്ന, അള്ളാഹുവിനെ വിശ്വസിക്കുന്ന, അള്ളാഹുവിൻ്റെ നിർബന്ധമായ ആരാധനകൾ അത് ജീവിതത്തിൽ പകർത്തുന്ന, ഇത് കഴിഞ്ഞാൽ ഒരു പരലോകമുണ്ടെന്ന് വിശ്വസിച്ച് അതിന് വേണ്ടിയിട്ട് ഭക്തിയോടെ ജീവിക്കുന്ന വിശ്വാസികളോട് മാത്രമാണ് പറയുന്നത്, കേൾക്കുന്നവരോട്. അല്ലാത്തവരോട് ചർച്ചയില്ല. അവർക്കാണ് ഇതെന്ത് പ്രയാസമാവുക. അങ്ങനെ പരലോകത്തേക്ക് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി അമല് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പോൾ ശരീരത്തിൽ എന്തുണ്ടാവരുത്, ഇതുപോലെ മറയും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. നമ്മൾ കഴുകപ്പെടുന്ന അവയവങ്ങളൊന്നും എന്തുണ്ടാവരുത്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ വെള്ളം ചേരാത്തതായിട്ടുള്ളൊന്നും ഉണ്ടാവരുത്. നഖം അതിന് പെട്ടെന്ന് വെട്ടിക്കളഞ്ഞാൽ ഒക്കെ എന്ത് ചെയ്യും, അങ്ങനെ നമ്മുടെ നഖത്തിനടിയിലൊന്നും ചളി പോലത്തെ സാധനങ്ങൾ ഇരിക്കൂല. ആ ചളി തഹ്ത ലുഫ്രിൻ എന്ന് പറയുന്നത് നഖത്തിൻ്റെ താഴെയുള്ള, നഖത്തിൻ്റെ അടിയിലുള്ള ഈ ചളിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, വേഗം വ്യാഴാഴ്ചകളൊക്കെ ആയിട്ട് പെട്ടെന്ന് നഖം വെട്ടുന്നവർക്കൊക്കെ എന്തുണ്ടാവില്ല, ഒരു പക്ഷേ എന്നല്ല, ഒരിക്കലും നഖത്തിൻ്റെ ഉള്ളിൽ ചളി ഇരിക്കാൻ തീരെ സാധ്യതയില്ല. പ്രത്യക്ഷത്തിൽ നമുക്ക് വേഗം കാണാനും കഴിയും, അത് കളയാനും കഴിയും. അല്ല, നഖം വെട്ടാത്തവരാണെങ്കിൽ അവർ നഖത്തിൻ്റെ അടിയിലേക്ക് ചളിയും കാര്യങ്ങളും കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചൊറിയുകയോ വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ നഖത്തിനുള്ളിലേക്ക് ഈ ചളി വന്നിട്ടിരിക്കുകയും അത് കാരണമായിട്ട് എന്ത് ചെയ്യും, ഈ വെള്ളം ചേരാതെ വരികയൊക്കെ ചെയ്യും. ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മൾക്ക് വേണ്ട രൂപത്തിൽ അള്ളാഹുവിൻ്റെ അമാലുകൾ ശ്രദ്ധയോടെ ചെയ്ത് അല്ലാഹു തആല സ്വീകരിക്കുന്നതായ രൂപത്തിൽ നല്ല രീതിയിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്ത്, നമ്മുടെ അമാലുകളൊക്കെ ചെയ്ത്, അതൊക്കെ നിദാനമായി നാളെ പരലോകത്ത് പടച്ച റബ്ബിൻ്റെ മുന്നിൽ ശാശ്വതമായ വിജയം വരിക്കുന്ന നല്ല സജ്ജനങ്ങളായ അള്ളാഹുവിൻ്റെ അടിമകളിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.